ഇരിക്കൂ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? പറയൂ. ഡോണ്ട് ഫീൽ അൺകംഫർട്ടബിൾ. ഞാനൊരു ഡോക്ടറല്ലേ, ഇതെൻ്റെ ജോലിയല്ലേ. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഡോക്ടർ, മടിക്കണ്ട, പറയൂ. ഇപ്പോഴത്തെ എല്ലാ കപ്പിൾസിൻ്റെയും പ്രശ്നമാണിത്. മോസ്റ്റ്ലി മിസ്കമ്മ്യൂണിക്കേഷനാണ്. ഒരു സോറിയിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളിപ്പോ. എനിക്ക് ഇയാളുടെ കൂടെ ജീവിച്ച് മടുത്തു. ഒരു പ്രാവശ്യം ഇയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്, പിന്നീട് ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തു. അതിപ്പോ എനിക്ക് തന്നെ ഒരു പാരയായി മാറി. ഇയാൾ ഒരിക്കലും നന്നാവില്ല. എന്താണ് പറ്റിയത്? പറയൂ. അത്രയ്ക്ക് മറവി രോഗമുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാത്തിനും മറവി. ഇയാളുടെ ഒടുക്കത്തെ മറവി കാരണം ഞാൻ ആവശ്യത്തിന് ഒരു ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ല. എക്സ്ക്യൂസ് മീ. അതെ, ഞാനിവിടെ പേഷ്യൻസ് കൺസൾട്ടേഷനിലാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ആ ശരി, ഓക്കെ. സോറി, പറയൂ. ഡോക്ടർ, ഞാൻ ഫോൺ എടുക്കാത്തതല്ല. 1-2 കോളാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ദിവസത്തിൽ 100 കോളാണ് വിളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഇയാളുടെ മറവി കാരണമാണ് ഞാൻ ഇയാളെ 100 പ്രാവശ്യം വിളിക്കേണ്ടി വരുന്നുണ്ട്. എന്തെങ്കിലും ഇമർജൻസിക്ക് പിന്നെ വേറെ ആരെയാ വിളിക്കണ്ടേ? ഇവളുടെ എമർജൻസി എന്താണെന്നറിയും? പുറത്തു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഇവളുടെ എമർജൻസി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റൂ? ഞാൻ കഴിച്ചു. യാ ശരി, വിളിക്കാം. ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങളുടെ വീട്ടിൽ പണിയെടുക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇയാളുടെ ഓരോ കാര്യങ്ങളും ഞാൻ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇയാൾ എൻ്റെ ഫോൺ എടുത്താൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫുഡ് കഴിച്ചെന്ന്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാതെ. പേഷ്യൻസിൻ്റെ കൂടെ ഇരിക്കുകയല്ലേ. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടായിക്കോട്ടെ പ്ലീസ്. ഓക്കെ, ബൈ. സോറി, പറയൂ. അല്ലാത്ത സമയത്ത് ഇവള് വിളിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയും? പച്ചക്കറി മേടിച്ചുകൊണ്ട് വരണമെന്ന്. പച്ചക്കറി ഞാൻ പറഞ്ഞതല്ലേ പച്ചക്കറി മേടിച്ചോണ്ട് വരാമെന്ന്. കുമ്പളങ്ങ, മത്തങ്ങ, എന്ത് തേങ്ങ വേണമെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം. എന്നെ ഒന്ന് പണിയെടുക്കാൻ അനുവദിക്ക്. കൊണ്ടാനോടക്കാനായിട്ട് എനിക്ക് മതിയായി. നിങ്ങൾ പറ, ഞാൻ എപ്പോഴും അവളോട് ഇരുന്നപ്പോൾ എന്റെ പണി ഞാൻ ചെയ്യും. എനിക്ക് മടുത്തു. ചേട്ടൻ ഇങ്ങനെ വിഷമിക്കല്ലേ. ചേട്ടൻ ഞങ്ങളില്ലേ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും തുറന്നു പറ. അതെ ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചീനെ അങ്ങ് വിളിച്ചൊരു സോറി അങ്ങ് പറ. അപ്പോഴെല്ലാം പ്രശ്നം ശരിയാ. മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് പ്രധാന പ്രശ്നം. ഞാൻ വേണമെങ്കിൽ നല്ലൊരു ഡോക്ടറിന്റെ നമ്പർ തരാം.